വയ്യാതായി. എന്നാലും വരാതിരിക്കാൻ വയ്യുന്നു. നിങ്ങൾക്കും കഥ കേൾക്കണ്ടേ? ഇന്ന് ഞാനൊരു രാജാവിന്റെ കഥ പറയാം. രാജാവിനെ ചെകുത്താൻ പിടിച്ച കഥ. ഓ, കുട്ടിച്ചാത്തന്റെ കഥ എന്നായിരിക്കും. അതെ, കുട്ടിച്ചാത്തന്റെ കഥ. വാക്ക് പറഞ്ഞിട്ട് ചെയ്യാതിരുന്നാൽ, പരസ്പരം വിശ്വസിക്കാതിരുന്നാൽ, അധികാര കസേരകൾ കാരണം കൂടാതെ ഒളിച്ചിട്ടാൽ അവൻ വരും. പ്രഭു, അന്നോട് വരാൻ പറഞ്ഞിരുന്നു. നമ്മൾ തമ്മിൽ എന്തിനാണ് ഈ അകൽച്ച? അടുത്തേക്ക് വരും. പ്രിയതമേ, നാം ആലോചിക്കുകയാണ്. ഞാനും. അല്ല, നമ്മുടെ സ്വപ്നമായ പുതിയ കൊട്ടാരം ക്യാമ്പസ് വേറെന്താണ് പ്രഭു നമുക്ക് ആലോചിക്കാനുള്ളത്? മൊത്തം കിട്ടില്ല. ഇത്തരം പറയാതിരിക്കൂ കുട്ടി. അത് നമ്മുടെ മുത്തച്ഛന്മാരുടെ സ്വപ്നമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ദിവാൽസിലെ നമ്മുടെ ആദ്യ ദിനങ്ങളെ കുറിച്ച്. ഓർക്കുന്നവരാണ് അന്ന് സീനിയേഴ്സ് റാണിയെ ക്രൂരമായി റാഗ് ചെയ്യാൻ വന്നപ്പോൾ നാം അവരെ ഒറ്റയ്ക്ക് എതിർത്ത് നിന്നത്. എനിക്ക് വിശന്നപ്പോൾ മുബാറക്കിൽ നിന്ന് നാം ഹാഫ് സീഡി വാങ്ങിത്തന്നത്. ഏതോ അത്രബുദ്ധി നമ്മുടെ ഫോട്ടോ എടുക്കാൻ നോക്കിയതും നാം അവരെ ഇടിച്ചു നിരപ്പാക്കിയതും. കിടപ്പിലായപ്പോൾ മെഡിക്കൽ ലീവ് തരില്ല എന്ന് പറഞ്ഞപ്പോൾ റാണി നമ്മൾക്ക് വേണ്ടി പ്രോക്സി വിളിക്കാൻ ഒരുങ്ങിയില്ലേ? എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ. പറയുമാറ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അവരിന്നും പ്രണയിക്കാറുണ്ട്. അറിയില്ല പ്രഭു, അവർക്കതിന് സമയമുണ്ടെന്നും തോന്നുന്നില്ല. കണക്കില്ലാത്ത പ്രോജക്റ്റുകൾ, മാറി മാറി വരുന്ന ഇന്റേണൽസ്, പിന്നെ സർപ്രൈസ്. ഒന്നുമല്ലാത്തവരോ മൂട്ടർമാരോ. അമർചന്ദിൽ കയറിപ്പറ്റാനുള്ള തിരക്കിലല്ലേ? അന്തപുരത്തിൽ എന്തുണ്ട് പുതിയ ന്യൂസ്? എന്തു പറയാനാ പ്രഭു, ഗേൾസ് ഹോസ്റ്റൽ ഇന്നും ഒരു ഭാഗവി നിലയം തന്നെ. അവിടേക്ക് കയറി ചെല്ലാൻ തന്നെ ഭയമാണ്. കൊതുകുകൾ, പൈപ്പ് തുറന്നാൽ ചെളി വെള്ളം. വല്ലപ്പോഴും ഉറങ്ങാൻ മാത്രം
വരുന്ന ഒരു വാച്ച്മാൻ. പിന്നെ അന്ന് ഞങ്ങൾക്ക് തന്ന വാർഡൻ അവരൊരു ബേർഡൻ ആയിരിക്കുന്നു. എന്നാലും മഹാരാജൻ, നമ്മുടെ പുതിയ ക്യാമ്പസ് മഹാറാണി, 1.5 അടിയുള്ള മോഡൽ ഉണ്ടാക്കാൻ നാം 6 വർഷമെടുക്കും. അപ്പോഴാണ് 10 ഏക്കറിലെ പുതിയ കൊട്ടാരം. മഹാറാണിക്ക് എന്ത് തോന്നുന്നു? പുതിയ കൊട്ടാരത്തിൽ ബോയ്സിനും ഗേൾസിനും വെവ്വേറെ സ്വിമ്മിംഗ് പൂളിന്റെ ആവശ്യം. നമ്മുടെ കുട്ടികൾ അവരിവിടെ ഒന്നിച്ചു പഠിക്കുന്നു, ഒന്നിച്ച് കളിക്കുന്നു, അവർ ഒന്നിച്ച് കുളിക്കട്ടെ. മഹാരാജൻ, നേരം ഇരുട്ടി. ഞാൻ വിടവാങ്ങുന്നു. ഇനിയും വൈകിയാൽ ആ വാർഡൻ കേറ്റില്ല. പിന്നെ എന്നെ കൊണ്ടുപോയിടാൻ ബോയ്ഫ്രണ്ട് ഒന്നും ഇല്ലല്ലോ. മഹാറാണി ഇപ്പോഴും ചെറുപ്പമാണ്. ഈ വയസ്സിൽ വേണമെങ്കിൽ വഴിമാറി തരാം. ഒന്ന് പോ മഹാരാജൻ. മെഡിസിനും നല്ല